അടുത്ത ചോദ്യത്തിൽ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ് ചെയ്യാനുള്ളത്. എല്ലാവരുടെയും ഡയമെൻഷൻസ് ആണ് അല്ലെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലെ ചോദ്യമാണ്. അപ്പൊ ഡയമെൻഷൻസ് എഴുതാൻ എളുപ്പമാണ്, പ്രൊവൈഡഡ് ദാറ്റ് നിങ്ങൾക്ക് എന്തറിയണം, അതിന്റെ ഇക്വേഷൻസ് അറിയണം. അപ്പൊ ആദ്യം ഇതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന കാര്യം ആരാന്നറിയോ? സർഫസ് ടെൻഷൻ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഫോഴ്സ് mL(T)-2, ലെങ്ത് L, ദാറ്റ് ഈസ് ഈക്വൽ ടു M(T)-2. അപ്പൊ M(T)-2 എന്ന് പറയുമ്പോൾ ബി പോകുന്നത് 3ലേക്കാണ്. അപ്പൊ ബി 3ലേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് തെറ്റാണ്. ഇനി ഏതെങ്കിലും ഒരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇതിൽ കുറച്ചും കൂടി എളുപ്പമുള്ളത് ആരാന്നറിയോ? നമുക്ക് പ്രഷർ നമുക്ക് പരിചയമുള്ള കാര്യമല്ല, എല്ലാം വേണമെങ്കിൽ എഴുതാം. പ്രഷർ എന്താണ്? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് mL(T)-2, ഏരിയ എന്ന് പറയുമ്പോൾ L². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു mL(1) T)-2. അപ്പൊ mL(1) T)-2. സി പോകുന്നത് 1ലേക്കാണ്. അങ്ങനെ സി 1ലേക്ക് പോകുന്ന ഓപ്ഷൻസ് വരുമ്പോൾ ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ്. ബാക്കിയുള്ളത് നമുക്ക് എക്സാമിന് വെരിഫൈ ചെയ്യണം നിർബന്ധമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഞാൻ വേണമെങ്കിൽ ഇക്വേഷൻസ് മാത്രം എഴുതാം. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ ഈറ്റ അല്ലേ, അതിന് ഏറ്റവും എളുപ്പമുള്ളത് സ്റ്റോക്സിൽ വെച്ചിട്ടാണ്. വിസ്കസ് ഫോഴ്സ് F is equal to 6π η/RV. ആ ഈറ്റയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈറ്റ കിട്ടും. സർഫസ് എനർജി അല്ലേ, സർഫസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സാധാരണ എനർജി തന്നെയാണ്. സർഫസ് എനർജി എന്ന് പറയുമ്പോൾ എനർജി തന്നെയാണ്. അപ്പൊ എനർജിയുടെ നോർമലി നമുക്ക് എന്താണ് mL² T⁻². അത് സെപ്പറേറ്റ് വെരിഫൈ ചെയ്യേണ്ട. അപ്പൊ ഇതിൽ നമ്മുടെ കറക്റ്റ് ആയിട്ട് ആൻസർ ഏതാ വരുന്നുണ്ടാവുക? ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദി കറക്റ്റ് ആൻസർ.